നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ നിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിൽ ഒരിടത്തും സഞ്ചരിക്കാൻ പറ്റാത്ത വിധം LDF പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ബില്ലിൽ ഒപ്പിടാത്തതിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയുണ്ട്. ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ ഗവർണർമാരെ ഉപയോഗിക്കുകയാണ്. അടിയന്തരമായി ഗവർണർ ബില്ലിൽ ഒപ്പുവയ്ക്കണമെന്നും ഇല്ലെങ്കിൽ ബില്ല് തിരിച്ചയക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗവർണർ കേരളത്തിലെ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ കൃഷിക്കാരുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണം നിയമസഭ ഏകകണ്ഠമായിട്ട് പാസാക്കിയതിനു ശേഷം ആ നിയമമാകുന്നതിന് വേണ്ടി സാങ്കേതികമായ ഒരു കാര്യം ഗവർണറുടെ ഒപ്പ് വേണം എന്നതാണ്. ഗവർണറുടെ ഒപ്പ് ഒരു പ്രധാനപ്പെട്ട ഘടകമല്ല. ഭരണഘടനാപരമായിട്ടുള്ള ഒരു പദവിയാണ് ഗവർണർ. ഭരണഘടനാപരമായിട്ട് ഇങ്ങനെ ഒരു പദവിയും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചില അധികാരാവകാശങ്ങളും ഗവർണർക്ക് നൽകി എന്നുള്ളതുകൊണ്ട് അവസാന നിയമമാവണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഒപ്പ് വേണം. ഈ ഒപ്പുവെക്കുക എന്നുള്ള ചുമതല മാത്രമേ ഗവർണർക്ക് നിർവഹിക്കാനുള്ളൂ. ഇന്നിപ്പോഴ് ഇടുക്കിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇതിനെതിരല്ല എന്നാണ്. അത്രയും നന്നായി. നിങ്ങളുടെ സമരം അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ ഗവർണർക്ക് മനമാറ്റം വരുത്താൻ സാധിച്ച സമരമായി ഈ സമരം മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് അഭിമാനിക്കാം.